വീണ്ടും ടി വി പ്രസാദിലേക്ക്. ടി വി പ്രസാദ്, അഡ്വക്കേറ്റ് അനിൽ പി നായർ ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ കുടുംബത്തിനൊപ്പം നിൽക്കുന്ന അവരുടെ ബന്ധു കൂടിയായ അഭിഭാഷകനാണ്. ഇക്കാര്യത്തിൽ കുടുംബവുമായി നമ്മൾ സംസാരിക്കുമ്പോഴടക്കം ബോധ്യപ്പെട്ട ഒരു കാര്യം കളക്ടറുടെ ഇടപെടലാണ്. കളക്ടറുടെ ഭാഗത്തു നിന്ന് നേരത്തെയും നവീൻ ബാബുവിന് സമ്മർദ്ദമുണ്ടായിരുന്നു. വീട്ടിലെ ഒരു ചടങ്ങിന് വന്ന് തിരിച്ച് അതേ ദിവസം തന്നെ തിരിച്ചു പോകാനുള്ള വിളി വരെ വന്നയാളാണ് നവീൻ ബാബു. അപ്പോഴും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ കൃത്യമായി തിരിച്ച് കണ്ണൂരിലേക്ക് പോകുന്ന ഒരു നവീൻ ബാബുവിനെ കുറിച്ചാണ് കുടുംബത്തിന് പറയാനുള്ളത്. അത്രയേറെ സമ്മർദ്ദപ്പെടുത്തിയിട്ട് ആ സമ്മർദ്ദം ഒക്കെ മറികടന്ന് അവിടെ ജോലി ചെയ്യുകയും അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരാനായിട്ടുള്ള സമയമെടുത്തപ്പോൾ അത്രയും സന്തോഷത്തോടെ ആ യാത്രയപ്പ് ചടങ്ങിന് എത്തുകയും ചെയ്ത ഒരു മനുഷ്യനാണ് ആ യാത്രയപ്പ് ചടങ്ങ് കഴിഞ്ഞ് 12 മണിക്കൂറിനുള്ളിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നത്. ഇതിൽ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടില്ല എന്ന് കുടുംബം ആവർത്തിക്കുന്നതിന്റെ ഒരു കാരണം എന്താണ് പ്രസാദ്? സുജയ, നവീൻ ബാബുവിനോട് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയന്. ഈ മൊഴി നേരത്തെ തന്നെ മഞ്ജുഷയും അവിടുത്തെ പല ജീവനക്കാരും കൊടുത്തിട്ടുള്ളതാണ്. നമ്മളതിൻ്റെ രേഖകൾ ഉൾപ്പെടെ പുറത്തേക്ക് വിട്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ അരുൺ കെ വിജയൻ ദിവ്യ പ്രസംഗിക്കാൻ പ്രധാനപ്പെട്ട കാരണക്കാരനിൽ ഒരാളായി എന്ന കാര്യം ഒരു തർക്കവുമില്ല സുജയ. കാരണം അന്ന് രാവിലെ നടന്ന ഒരു SC/ST മീറ്റിംഗിൽ PP ദിവ്യ കലക്ടറോട് ഇങ്ങനെ നടന്ന ഈ നവീൻ ബാബുവിനെ കുറിച്ച് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ ഒരു സംസാരം ഉണ്ടായിരുന്നു. അന്ന് വൈകുന്നേരമാണ് ഈ അനൗദ്യോഗിക യോഗം നടക്കുന്നത്. അനൗദ്യോഗിക യോഗത്തിലേക്ക് അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന PP ദിവ്യ കയറി വരേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. അനൗദ്യോഗിക യോഗത്തിലേക്ക് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കടന്നു വരുമ്പോൾ ഇക്കാര്യം തുറന്നു പറയുമെന്നറിയാമായിരുന്ന ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ എന്തുകൊണ്ട് തടഞ്ഞില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സുജയ. മാത്രമല്ല, ഈ യോഗത്തിൽ വെച്ച് നവീൻ ബാബുവിനെ അപമാനിച്ച് PP ദിവ്യ ഇറക്കിവിടാൻ ശ്രമിക്കുമ്പോഴും ഒരക്ഷരം ആ യോഗത്തിൽ മിണ്ടാൻ തയ്യാറായില്ല. PP ദിവ്യ സംസാരിച്ച് കഴിഞ്ഞാലെങ്കിലും എണീറ്റ് നിന്ന് അത് PP ദിവ്യയുടെ മാത്രം അഭിപ്രായമാണെന്നും താൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ റവന്യൂ സംവിധാനങ്ങൾക്ക് അങ്ങനെയൊരു അഭിപ്രായമില്ല എന്ന് ആ യോഗത്തിൽ പരസ്യമായി അരുൺ കെ വിജയൻ എന്ന ജില്ലാ കലക്ടർ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നവീൻ കെ ബാബു മരണത്തിലേക്ക് പോവില്ലായിരുന്നു സുജയ. തീർന്നില്ല. ഈ യോഗത്തിന് ശേഷം ആ മൊമെന്റം പോലും എടുക്കാതെ നവീൻ ബാബു നേരെ കയറി ചെന്നത് കലക്ടറുടെ ചേംബറിലേക്കാണ്. അവിടെ വെച്ച് കലക്ടർ സംസാരിച്ചത് എന്താണ് എന്ന കാര്യം ഏറെ പ്രധാനമാണ്. ഈ അരുൺ കെ വിജയനെ കുടുംബത്തിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നമ്മൾ വന്നിട്ട് നടത്തിയാൽ മതി എന്ന് ആ മഞ്ജുഷയും സഹോദരൻ പ്രവീൺ ബാബുവും പറഞ്ഞത്. പക്ഷെ അത് കൂട്ടാക്കാൻ അരുൺ കെ വിജയൻ തയ്യാറായില്ല. പക്ഷേ അരുൺ കെ വിജയനെതിരെ ചെറുവിരലനക്കാൻ ഈ SIT തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിലെ ഗുരുതര വീഴ്ച. തുടക്കം മുതൽ ഓരോ കാര്യങ്ങളും പരിശോധിച്ചാൽ സുജയ, കലക്ടർ അന്ന് ഇടപെട്ടിരുന്നുവെങ്കിൽ PP ദിവ്യ അങ്ങനെ പ്രസംഗിക്കില്ലായിരുന്നു. തന്റെ മുന്നിലേക്ക് എത്തിയ ഈ പെട്രോൾ പമ്പിന്റെ ഫയലിൽ ഒരു ദിവസം പോലും പിടിച്ചു വെച്ചിട്ടില്ല എന്നറിയാവുന്ന ജില്ലാ കലക്ടറാണ് PP ദിവ്യ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് കയ്യും കെട്ടിയിരുന്നത്. അതുകൊണ്ട് സുജയ, ജില്ലാ കലക്ടർക്ക് ഇതിൽ വ്യക്തമായ റോളുണ്ട്. പക്ഷേ കലക്ടറുടെ ഭാഗം കൃത്യമായി പരിശോധിച്ച് അതിൽ നടപടിയെടുക്കാൻ പോലീസ് സംവിധാനം കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ഈ കുറ്റപത്രത്തിലെ ഒരു പ്രധാന പ്രശ്നം.